ഒരു പെൻഷൻ കഥ മാത്രമെന്ന് എൻകൗണ്ടർ ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ വാദം അതേപടി ആവർത്തിക്കുകയാണ് ഒരിക്കൽ കൂടി, അതിൻ്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. അതെല്ലാവരെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട്. അങ്ങയുടെ മറുപടി? അല്ല വേണു, ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച മാത്യു കുഴൽനാടൻ ഈ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ കൃത്യമായിട്ട് എണ്ണം നിരത്തി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു ആക്ഷേപമില്ല. അപ്പം നിങ്ങൾ ചില ആളുകൾ മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവിടെ നിന്ന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് തടസ്സമില്ലെന്നേ, ആക്ഷേപമില്ല. ഇനി BJP നേതാക്കന്മാരുണ്ടോ, മാധ്യമ സ്ഥാപനങ്ങളുണ്ടോ, മത നേതാക്കന്മാരുണ്ടോ, അന്വേഷിക്കട്ടെ, തർക്കമില്ല. ഇത് ഞങ്ങളുടെ കൈയെല്ലാം ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്ന് പറയുന്ന ആളുകൾ കമ്പനി പൂട്ടി ഓടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അന്വേഷണം വരുമ്പോൾ ഈ കമ്പനി ഇത്ര ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനി, MS ഓഫീസും പവർ ബിൽഡറും ഒക്കെ കൊടുക്കുന്ന കമ്പനി, 1,72,00,000 രൂപയുടെ സേവനം നടത്തുന്ന കമ്പനി എന്തുകൊണ്ടാണ് ഡോർമെൻ്റായെന്നും പറഞ്ഞ് പൂട്ടിപ്പോകുന്നത്? ആ കമ്പനി പൂട്ടിപ്പോകുന്നത് പോലും നിയമവിരുദ്ധമായിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറയാൻ ബാധ്യതയില്ലേ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബാധ്യതയില്ലേ? പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയ്ക്ക് ബാധ്യതയില്ലേ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു സാധാരണ പൗരനായിരുന്നെങ്കിലോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PV അൻവർ എന്ന് പറഞ്ഞ MLA നിയമസഭയ്ക്കകത്ത് ആരോപണം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി രൂപയുടെ ആരോപണം. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യല്ലേ? ഞങ്ങൾക്കൊരു പരാതിയില്ലല്ലോ. ഇവിടെ മടിയിൽ കനമില്ല എന്നും പറഞ്ഞ് തോക്കിന് മുമ്പിൽ വിരുമാറ് കാണിച്ചു, കത്തിക്ക് മുമ്പിൽ നടന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിക്കുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ്. അന്വേഷിക്കട്ടെ, കേന്ദ്ര ഏജൻസികളോ സംസ്ഥാന ഏജൻസികളോ അന്വേഷിക്കട്ടെ, അതിൽ തർക്കമില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുന്ന ആക്ഷേപം എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപമായിട്ട് മാറുന്നത്? അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ളതാണ്, മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നതാണ്, ഈ പാർട്ടിയെ തകർക്കാനാണെന്നൊക്കെ പറഞ്ഞ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഉന്നതരായിട്ടുള്ള CPM നേതാക്കന്മാരും വട്ടമിട്ട് പിടിക്കുകയാണ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യേണ്ടവർ. കരുവന്നൂരിലെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട്, കരുവന്നൂരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോഴും ഇതേപോലെ തന്നെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം വന്നിട്ട് പറയുന്നത് ഒറ്റ കൊടുക്കരുതെന്ന്. അത്രത്തോളം ഇവർ ഭയപ്പെടുകയാണ്. ഭയക്കുന്നത് കൊണ്ടാണ് മടിയിൽ കനമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിന്നെ പെൻഷൻ കാശ് കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്നൊക്കെ പറയുന്നത്. സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങിക്കോ മോളെ എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് തുടങ്ങാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിൽ അവർക്ക് യാതൊരു ഈടുമില്ലാതെ എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ, 78 ലക്ഷം രൂപ ലോൺ കിട്ടും. കമ്പനി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കമ്പനി എങ്ങനെ തുടങ്ങിയിരിക്കുന്നു? അച്ഛൻ പിണറായി വിജയൻ, പിന്നെ പറയുന്ന AKG സെന്റർ പാളയം, ഇങ്ങനെയാണ് കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഒരൊറ്റ DYFI-കാരനോ ഒറ്റ CPM-കാരനോ പോലും ആത്മാഭിമാനം ഇല്ലല്ലോ എന്ന് ഓർക്കുന്നത്. അവരുടെ പാർട്ടി AKG-യുടെ പേരിലുള്ള പാർട്ടി ഓഫീസ് അവരുടെ കെയർ ഓഫ് അഡ്രസ് ആയിട്ട് വെച്ചിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരാൾ പോലും ചോദിക്കാനുണ്ടോ? ഇത് പണ്ട് VS അച്യുതാനന്ദൻ പണ്ട് ഇദ്ദേഹത്തിൻ്റെ മകൻ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ 42 ലക്ഷം രൂപ അടച്ചതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച അന്ന് വലിയ വിവാദമായിരുന്നു. അന്ന് VS-നെ ഇവർ എത്രത്തോളം വരിഞ്ഞു മുറുക്കി ആക്ഷേപിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ, മുഖ്യമന്ത്രി ആയിട്ടുള്ള VS അച്യുതാനന്ദനെതിരെ എത്രത്തോളം പരസ്യമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പിണറായി വിജയനെതിരെ ഒരു നാവ് ഉയർത്താൻ ശേഷിയുള്ള ഒരുത്തൻ പോലും ഈ CPM-ൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. നാട്ടിലെ മുഴുവൻ ആളുകളെയും ആക്ഷേപിക്കുന്ന ആളുകളാണ്. ഇവരുടെ പാർട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിയെ വേട്ടയാടുന്നതെന്ന് പറയുന്നത് എങ്ങനെയാ? ശരി, എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതിന് മുമ്പ് ഒരു നിഗൂഢത നമുക്ക് അവശേഷിപ്പിക്കേണ്ടതില്ലേ? ചർച്ച പൂർത്തിയാകുമ്പോൾ ശ്രീ ജോസഫ് സി മാത്യു, ഒരു പൊതുപ്രവർത്തകൻ എനിക്ക് അയച്ചൊരു മെസ്സേജാണ്. അതായത് ഈ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന കാര്യം പുറത്ത് കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനം ഏതാണ് എന്ന് അങ്ങ് തുടർച്ചയായി ചോദിച്ചല്ലോ. അത് ഈ ക്രൈം നന്ദകുമാർ, ക്രൈം അല്ലേ? അല്ലേ? അതവിടെ വിടാം നമുക്ക്. ശരി, അപ്പോൾ ശരി, അതിലൊരു അവ്യക്തത നിലനിർത്തേണ്ടതില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞു എന്നതേ ഉള്ളൂ. എന്തായാലും SFIO വരുന്ന SFIO എവിടെ വരെ പോകും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റുമായി TK റീജൻ.